നമ്മുടെ കല്യാണം ഫെബ്രുവരി 3-ന് കഴിയുന്നു. കല്യാണം എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ പറയൂല. കല്യാണം കഴിഞ്ഞാൽ എന്ത് കഴിക്കുമെന്ന് ആ സമയത്താണ് നിർഭാഗ്യവശാൽ മാട്രിമോണി സൈറ്റില് സ്വയം ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ അതെന്തായിരുന്നു ഫേസ്ബുക്കാന്ന് വിചാരിച്ച് ലോഗിൻ ചെയ്ത് മാട്രിമോണിയിൽ അതുകൊണ്ടാ തോന്നുന്നു. ആളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ക്ലിക്ക് ഏതൊരാൾക്കും നമുക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ അയാളോട് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കും. അത് നമുക്ക് രണ്ടുപേർക്കും തോന്നിയിരുന്നില്ല എന്നാണ്. അല്ല, ഫിസിക്കലി ഇപ്പൊ കണ്ടിട്ട് വാവ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നില്ല. അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തമാശയൊക്കെ പറഞ്ഞ എന്റെ സ്വഭാവം നന്നായതാണ്. അല്ല, സാഹചര്യം വിഷ്ണു കുറച്ചതാണ് ചൂടാവാൻ. അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിൽ പല സിറ്റുവേഷനിലും? അത് എന്റെ കൂടെ ജീവിതമല്ലേ, അത് പോയിട്ടാൻ പറ്റില്ലല്ലോ. കാണിക്കരുത്. ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ ഇവർക്ക് റെന്റ് കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്ത് എന്റെ വീടല്ല, ഞാൻ ആരുടെയോ ഇതിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ പറയാം, ഇത് മ്യൂസിയം അല്ല, ഇതെന്റെ വീടാണ്. അപ്പൊ സാധനങ്ങളെ കുറച്ചുകൂടെ നോർമലായിട്ട് കാണാൻ ശ്രമിക്കൂ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഔട്ട്സൈഡർ ആയിട്ട് ഇരുന്നിട്ട് കാണാറാണ്. അപ്പൊ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി തിങ് ആയിട്ടാണ് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാലോ, വീഡിയോയിലാണെങ്കിലും ഞാനിതിന്റെ അകത്ത് ഡയറക്റ്റ് ഇല്ലെങ്കിലും എങ്ങനെയോ മറ്റേ എന്നെ അധോലോകത്തിൽ എടുത്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ പെട്ടുപോയതാണ് ഇതിന്റെ അകത്ത്. Rich in proteins, vitamins and minerals. Happy peanut butter. Milma Pure Refreshers. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് കുറേ നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്ന രണ്ടുപേരാണ്. ഇപ്പോൾ അവർ നാട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ആൻഡ് എസ്പെഷ്യലി പറയുമ്പോൾ നമ്മൾ കുറേയധികം വീഡിയോസ് ഇവർ രണ്ടും ഒരുമിച്ചുള്ള ഫൺ വീഡിയോസ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് ലൈക്ക് മോർ ദാൻ 1.6 million subs ആൻഡ് ദേ ആർ അടിപൊളി ഗൈസ്. ഇന്നിപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് അവർ കിടിലം ലുക്കിൽ വന്നിരിക്കുകയാണ്. സോ ഐ വെൽക്കമിങ് ഐശ്വര്യ ആൻഡ് വിഷ്ണു. ഹലോ. തനി മലയാളി അല്ലേ? കറക്റ്റ് വിഷുവിൻ്റെ ടൈമിൽ തന്നെ തനി മലയാളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി. പറയൂ, എന്താണ് വിശേഷങ്ങൾ? വിശേഷം നാട്ടിൽ പോയിരുന്നു. അപ്പം കുറച്ചു കാലത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത്. അപ്പം എല്ലാരും കണ്ട് അവരോടൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് സുഖമായിട്ട് കൊണ്ട്. ഈ പ്രാവശ്യം വിഷു എന്താണ് സ്പെഷ്യൽ പരിപാടികൾ? കാരണം വന്നതും വിഷുവിന്റെ ടൈമിൽ തന്നെയാണ്. എന്തൊക്കെയാണ് പരിപാടി? വിഷു സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. വിഷ്ണു വർക്കിംഗ് ആണ്. നമുക്ക് വിഷുവിന് അവിടെ ലീവ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിന് വർക്കിംഗ് ആണ്. വിഷ്ണു കോഴിക്കോടാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളൊപ്പം എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഫാമിലിയോടൊപ്പം നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ വളാഞ്ചേരി എൻ്റെ ഫാമിലിയോടൊപ്പം, വിഷ്ണു ഇവിടെ കോഴിക്കോട് ഫാമിലിയോടൊപ്പം ആയിരിക്കും. സോ വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ, അവിടെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ എസ്പെഷ്യലി നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ, കാരണം അറിയപ്പെടുമ്പോൾ എല്ലാം അറിയുന്ന സമയത്താണെങ്കിലും നേരത്തെ അറിയാവുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചത്. പിന്നെ ഈവൻ അവർ ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ, ഇപ്പോൾ ഫാൻസോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ എന്ന് പറയുന്നവർ തന്നെ ഐശ്വര്യക്കും നിങ്ങൾക്ക് ടിപ്സൊക്കെ തരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ബെയിലിയുടെ കാര്യങ്ങൾക്കും എങ്ങനെയാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് പല കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു വ്യക്തി എന്നുള്ളൊരു നിലക്കായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള മെസ്സേജുകളും വളരെ ഫ്രം ദ ഹാർട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ വെൽക്കം ചെയ്യുന്നത് കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. അതെ, നമ്മളത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ലോങ്ങർ പീരീഡ് ഒരാളുടെ ജീവിതം വേറൊരാൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ അടുത്തൊരാളായിട്ട് അവർക്ക് തോന്നുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റും കുറച്ച് അതിനനുസരിച്ച് മാറ്റണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ മുഴുവനൊരു സന്തോഷം അതേ രീതിയിൽ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. എനിക്ക് കഷ്ടപ്പെട്ട് നേടിയെടുത്തതായതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആൾക്കാർ അവരുടെ സജഷൻസും ഒപ്പീനിയനും ഒക്കെ പറയുമ്പോൾ ഹാപ്പിലി റിസീവിംഗ് ആണ്. ഇങ്ങനെ ഗ്രാജുവലി വന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ആ ഒരു സ്നേഹത്തിന്റെ ലെവൽ കൂടി വരുമ്പോൾ വി ഫീൽ സോ ഹാപ്പി. അതെ. വിഷ്ണുവിനും അത് ഭയങ്കര ഫീൽ ചെയ്യാമല്ലോ. എനിക്കൊരു എന്താ പറയുക, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പം നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ ഐശ്വര്യ വന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. കാരണം അവളുടെ ഒരു സക്സസിന്റെ ഒരു സിമ്പിൾ ആണല്ലോ അത്. അതിൽ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര
ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാനും അത് കണ്ടാണ് പഠിച്ചത്. ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഭയങ്കര അടുത്ത് പരിചയമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരായിരിക്കും, ബട്ട് അവർ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പൊ എന്നോടല്ല, യേശുനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു ഔട്ട്സൈഡർ ആയിട്ട് ഇരുന്നിട്ട് കാണാറാണ്. അപ്പൊ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി തിങ് ആയിട്ടാണ് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാലോ, വീഡിയോയിലാണെങ്കിലും. ഞാനിതിന്റെ അകത്ത് ഡയറക്റ്റ് ഇല്ലെങ്കിലും എങ്ങനെയോ മറ്റേ എന്നെ അധോലോകത്തിൽ എടുത്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ പെട്ടുപോയതാണ് ഇതിന്റെ അകത്ത്. അപ്പം എനിക്ക് ബേസിക്കലി ഇത് അവളുടെ ചാനലാണ്, അവളുടെ കണ്ടന്റ് ആണ്. ഞാൻ അതിന്റെ അവള് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ട് അവളുടെ ലൈഫിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ഇതിന്റെയും ചില ഭാഗങ്ങളിൽ വരുന്നു എന്നല്ലാതെ ഇത് ബേസിക്കലി അവളുടെ ഒരു സക്സസും അവളുടെ ഒരു ചാനലുമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പക്ഷെ ഇതിൽ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ വിഷ്ണു അത് ഭയങ്കര ഇപ്പൊ എൻജോയ് ചെയ്യുന്നില്ല ആ പ്രോസസ്സ്. എനിക്ക് പ്രോസസ്സ് കാണാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇപ്പം ഐശ്വന്റെ ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കാണാൻ ഇഷ്ടമാണ്. ഞാൻ എന്റെ ഫീഡ്ബാക്ക് ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ ഇവിടെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യും, പക്ഷെ എന്നാലും ഞാൻ പറയും ചിലപ്പോൾ ഇവിടെ കുറച്ച് നന്നാക്കിയാൽ ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ അല്ല. ചിലപ്പോ ഒന്ന് ബാക്കിലൊക്കെ നിൽക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു മസിൽ പിടുത്തം വരും എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊന്ന് റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിരിക്കില്ല, ചിലപ്പോൾ ഞാൻ ഒരു ഇമോഷൻ മുഖത്തോണ്ട് വരില്ല. പക്ഷെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല, അത് അങ്ങനെയായി. അതാണ് എന്റെ നോർമൽ. ക്യാമറ കാണുമ്പോൾ ഒരു പേടി, കോൺഷ്യസ് ആവുന്ന പോലെയാണ്. അപ്പം ഒരു കാര്യത്തിനോട് കുറെ കഴിയുമ്പോ കുറെ പേര് പറഞ്ഞിരുന്നു പ്രഗ്നന്റ് ആയതിനു ശേഷം വിഷ്ണുവിന് ക്യാമറയിൽ ചേഞ്ച് വന്നതാണ്. അങ്ങനെയല്ല എനിക്ക് തോന്നിയത്. കാരണം ഒരു 6 കൊല്ലം ഒരാൾ ഒരു കാര്യത്തിനോട് യൂസ്ഡ് ആകുമ്പോ അയാള് അതിനോട് കുറച്ച് കംഫർട്ടബിൾ ആയി ഓട്ടോമാറ്റിക്കലി വരുന്നത്. അതിപ്പോ ഐഷും ഇപ്പം എന്നെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ അവള് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളുടെ കൂടെ എപ്പോഴും വീട്ടിലും ഒക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വരുമ്പോൾ ഈ ആൾക്കാർ ഈ ഒരു ലോൺലിനെസ്സിന്റെ ആ ഒരു പ്രോബ്ലം നിങ്ങളെ ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇനീഷ്യലി ഉണ്ടായിരുന്നു. നമ്മള് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മുടെ ഇപ്പം അവിടെയുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചത്. പക്ഷെ അതുവരെയുള്ള ഒരു 3 മാസം ഉണ്ടായിരുന്നു. ഞങ്ങള് വിഷ്ണു മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യും. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല അന്ന്. ഞാൻ ജോലി കണ്ടുപിടിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഒരു പുതിയ സ്ഥലത്ത് വന്നതിന്റെ ഒരു അന്താളിപ്പ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പേടിയായിരുന്നു. പിന്നെ പേയ്മെന്റ് നമ്മുടെ ഫോണിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 ആഴ്ച എടുക്കുമല്ലോ. അങ്ങനെ ആകെ മൊത്തം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തുടക്കത്തില്. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി പോകും. ഫ്രൈഡേ ഈവനിങ് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചോറും ഒക്കെ ആയിട്ട് അന്നായിരിക്കും ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക. അന്ന് കുക്കിംഗ് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഉള്ളി വയറ്റി ആ സാധനം ഇടുക, അല്ലാതെ സ്പെഷ്യൽ കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് 2 പേർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് എപ്പോഴും ആൾക്കാർ ലൈഫിലുള്ളത് തന്നെയാണ് ഏറ്റവും ഇഷ്ടവും. ഫ്രണ്ട്സിന് വലിയ ഘടകമാണല്ലോ ഐശ്വര്യയുടെ. നിങ്ങളുടെ ഇതിൽ നിങ്ങളെ ബോത്ത് 2 പേർക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ള 2 ആൾക്കാരും കൂടെ ആണല്ലോ, നമുക്ക് അറിയുകയും ചെയ്യാം. 2-3 ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് കാണണം, മിണ്ടണം അല്ലേ, എന്നാലേ രസമുള്ളൂ. അപ്പൊ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഓഡിയൻസ്, ഇവിടെയുള്ള ഓഡിയൻസും ഉണ്ട്, അവിടെയുള്ള മലയാളി ഓഡിയൻസും ഉണ്ടല്ലോ. അപ്പം ഈ 2 ഓഡിയൻസിൻ്റെ ഒരു ഡിഫറൻസ് ആക്ച്വലി ഉണ്ട്. കാരണം അവിടെ വളരെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും മലയാളീസ് നോക്കുവാണെങ്കിൽ പോലും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആകാൻ പറ്റുന്ന പോലെ തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ മലയാളി ഫ്രണ്ട്സ് ഒക്കെ എന്താണ് പറയുന്നത്? ശരി, അങ്ങനെ ഒരു സെപ്പറേഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ അവിടുത്തെ ആൾക്കാർ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പൊതുവേ നമ്മൾ മലയാളികൾക്ക് നമ്മുടേതായിട്ടുള്ള രീതി ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ മീറ്റ് ചെയ്തതും എനിക്ക് തോന്നുന്നു വിഷ്ണുവിനെ കണ്ട് ജസ്റ്റ് ഓക്കെ ഐ ആം ഗോയിങ് ടു മാരി ഹിം അങ്ങനെ ഒരു തിങ്കിങ്ങോട് കൂടിയൊന്നും അല്ലല്ലോ മീറ്റ് ചെയ്തതും ഇതൊക്കെ. അല്ല, ആ തിങ്കിങ്ങോട് കൂടെ തന്നെ, കാരണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോ കല്യാണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ തന്നെയാണ് വിഷ്ണുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇയാളെ തന്നെ കല്യാണം കഴിക്കുകയോ എന്നുള്ളത്. പക്ഷെ നമുക്ക് അപ്പോൾ ഒരു ഇത് കിട്ടത്തില്ലേ, ഓക്കെ ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ, 2 പേരോടും ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഇത് കിട്ടിയത് വിഷ്ണുവിന് എപ്പോഴായിരുന്നു? ലൈക്ക് ഓക്കെ ഷീ ഈസ് മൈ ഗേൾ, നമുക്ക് അത് തോന്നിയൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അല്ല, ലൈക്ക് അത് ഒരു മൊമെന്റ് ആയിരുന്നില്ല. ലൈക്ക് ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ലൈക്ക് ഐ തിങ്ക് സെപ്റ്റംബറിൽ എന്തോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫെബ്രുവരിയിലാണ് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറെ മീറ്റ് ചെയ്യലും പുറത്തു പോകലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് ആ ഒരു ശനിയാഴ്ച രാവിലെ 10:30 ഇങ്ങനെ തോന്നി എന്നല്ല സംഭവിച്ചത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ പുറത്തു പോകുമ്പം എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ
എങ്ങനെയാണോ ബാക്കിയുള്ളവരടുത്ത് ഞാൻ പെരുമാറുന്നത് അതുപോലെ തന്നെ ഞാൻ പെരുമാറുന്നു. ഇപ്പം എന്തെങ്കിലും വളിപ്പ് പറയുന്നു, തമാശ പറയുന്നു, അല്ലെങ്കിൽ ചളി പറയുന്നു, അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്. ഓക്കെ, ഞാൻ ഇന്ന് ഇയാളെ കാണാൻ പോവാണ്, ഞാൻ ഇങ്ങനെയായിരിക്കണം, അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് ഒരു 3-4 മാസം ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ എനിക്ക് തോന്നിയേക്കാം ഓക്കെ ലൈഫ് ലോങ് മൊത്തം ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല തോന്നാം. ലൈക്ക് എനിക്കല്ല ആർക്കായാലും തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഒരു 3-4 മാസമായിട്ടും എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയാവുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു കംഫർട്ടാണ് പിന്നെ വിഷ്ണുവിന് ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഐശ്വര്യക്കും എങ്ങനെയായിരുന്നു ആ ഒരു ടൈം പീരീഡില്? ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അറേഞ്ച്ഡ് മാരേജിൽ അല്ലെങ്കിൽ ഒരു ആളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ക്ലിക്ക് ഏതൊരാൾക്കും നമുക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ അയാളോട് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കും. അത് നമുക്ക് രണ്ടുപേർക്കും തോന്നിയിരുന്നില്ല എന്നാണ്. അല്ല, ഫിസിക്കലി ഇപ്പൊ കണ്ടിട്ട് വാവ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പേരൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് വേണം എന്നുള്ളൊരു തീരുമാനം രണ്ടുപേർക്കും പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ടൈം ചോദിച്ചു. ആ ടൈമിൽ നമ്മൾ 1-2 തവണ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈം പീരീഡിൽ തന്നെ ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളിലും വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണുവിന് മനസ്സിലാവാത്ത കാര്യങ്ങളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, അതിനെ പോലും വിഷ്ണു സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തോടു കൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെന്റലി ഞാൻ അട്രാക്റ്റഡ് ആയി. തീർച്ചയായിട്ടും മൈൻഡ് ടു മൈൻഡ് ആ ഒരു കണക്ഷൻ വന്നു. യെസ് ഹി ക്യാൻ അല്ലെങ്കിൽ ഷീ ക്യാൻ എന്നുള്ളൊരു കണക്ഷൻ വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പറയുകയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ കുറച്ചു കാലം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊസീഡ് ചെയ്യണ്ടെങ്കിലാണല്ലോ നമ്മൾ പറയാ. സെപ്റ്റംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നമ്മൾ ജൂലൈയിൽ മീറ്റ് ചെയ്തു, സെപ്റ്റംബറിലായിരുന്നു എൻഗേജ്മെന്റ്. സെപ്റ്റംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഫെബ്രുവരിയിലായിരുന്നു കല്യാണം. ഓൾമോസ്റ്റ് ഒരു 6-7 മന്ത്സ് നമുക്ക്. അതൊരു അറേഞ്ച്ഡ് മാരേജിൽ എന്റെ പോലത്തെ ഒരു ഫാമിലിയിൽ ഒരു വലിയ ഡ്യൂറേഷൻ തന്നെയാണ്. ഇൻസ്റ്റന്റ് ആങ്കർ എന്ന് പറഞ്ഞ സാധനം എനിക്കുണ്ട്, എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ സ്വഭാവം നന്നായതാണ്, അല്ല സാഹചര്യം വിഷ്ണു കുറച്ചതാണ് ചൂടാവാൻ. അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിൽ പല സിറ്റുവേഷനിലും? അത് എന്റെ കൂടെ ജീവിതമല്ലേ, അത് പോഞ്ഞാട്ടാൻ പറ്റില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അല്ല, ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നു, ഇപ്പൊ നമ്മുടെ സമയത്ത് എത്തുന്നില്ല. അപ്പം മേ ബി നമ്മള് എന്താ പറയാ ഒരു രണ്ടുപേർക്കും തോന്നില്ല എന്താ നമ്മൾ എത്താത്ത ഒരു കോൺവെർസേഷനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓക്കെ എത്തിയില്ല, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ആ രീതിക്ക് എത്താം. അല്ലെങ്കിൽ അവിടെ വിളിച്ചു പറയാം നമ്മള് എത്ര ലേറ്റ് ആവും. കാരണം എനിക്ക് സമയത്ത് ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ മേ ബി ചില സമയത്ത് നടക്കില്ല. അപ്പം വീട്ടിൽ നിന്ന് നമ്മള് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ റെഡിയായി എന്റെ തീരില്ല. ഞാൻ ചിലപ്പോ 2-3 മണിക്കൂർ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, പക്ഷെ തീരില്ല. വിഷ്ണു അവസാനം റെഡി ആയിട്ടാണെങ്കിലും പിന്നെ ഒരു 1/4-3 മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ ഏതൊരാൾക്കാണെങ്കിലും കുരുവിട്ടും. ചെറിയൊരു ദേഷ്യം വരും, ചെറുതല്ല. അതിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞത് ആ മൊമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ അതിനുശേഷം ഐശ്വര്യോട് ഞാൻ പറഞ്ഞു ഓക്കെ ഇതിങ്ങനെ എപ്പോഴും സംഭവിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സംഭവിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ അവള് പറഞ്ഞു അവർക്ക് ഡ്രസ് ചെയ്യുമ്പോൾ അവർക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് എനിക്ക് അവർക്ക് തോന്നും 1 മണിക്കൂറിന് റെഡി ചെയ്യാൻ പറ്റുന്നു, പക്ഷെ അവർക്ക് അത് 2 മണിക്കൂർ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവള് എന്നോട് പറഞ്ഞു എന്നാ താൻ പറ ഞാൻ എപ്പോ റെഡി ആവാൻ പോകണം. ഞാൻ 3 മണിക്കൂർ മുന്നേ റെഡി ആവാൻ തുടങ്ങി, അപ്പൊ 4 മണിക്കൂർ വേണ്ടി വന്നു റെഡി. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ അങ്ങനെ മാനേജ് ചെയ്യാൻ ബെറ്റർ ആണ്. പക്ഷെ എന്നാലും അവിടെ വിഷ്ണു പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ അപ്പൊ ഇതിന് ഇത്ര സമയം വേണ്ടി, അപ്പൊ താൻ പറയൂ എത്ര സമയം. അങ്ങനെ തന്നെ ഉണ്ടാവാറില്ല എപ്പോഴും. ആണല്ലേ? അത്രയും ലൈറ്റ് ആയിട്ട് എടുക്കാന്ന് പറയുമ്പോ ഇത് എന്തെങ്കിലും സംഭവം നമ്മൾ കണ്ടെത്തുള്ളത്. കാറ് കയറുമ്പോ ഞാൻ അടി ഉണ്ടാക്കുക, താൻ ധൃതി വെച്ചതുകൊണ്ട് എന്റെ ഈ ഫ്ലിപ്പ് എനിക്ക് ശരിയായിട്ട് കുത്താൻ പറ്റിയില്ല, എന്റെ മേക്കപ്പ് അത്ര ശരിയായില്ല. 3 മണിക്കൂർ ഡ്രസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത് കേൾക്കുന്നത് ഞാൻ 3 മണിക്കൂറായി ഷർട്ടിന്റെ ചുളിവും മാറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആക്ച്വലി അങ്ങനെ 3 hours ഒക്കെ വെയിറ്റ് ചെയ്ത് 3 hours ഞാൻ മേ ബി ഒരു 1 hour വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അതായത് ഒരു വലിയൊരു അവിടെ എവറി ഡേ സംഭവിക്കുന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ഒരു പാർട്ടി ഉണ്ട്, നമ്മൾ പാർട്ടിക്ക് പോവാണ്. അപ്പം ഇവൾക്ക് പറ്റുന്ന ഇവള് ഡ്രസ് ചെയ്യാൻ പോയി ഡ്രസ് ഇട്ട് തിരിച്ചെന്ന് പറയും ഇത് ചേരുന്നില്ല, എനിക്കിത് മാറ്റണം. അപ്പൊ പുതിയ ഡ്രസ്സ് കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ അതിൽ അത് ശരിയാവില്ല. അപ്പൊ അങ്ങനെ അത്
എക്സ്റ്റെൻഡ് ആവും. അപ്പൊ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നീ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം തീരുമാനിക്കും എന്താ ഇടാൻ പോകുന്നത്. നടത്തും. ഞാൻ പറയും നീ ഡ്രസ് എന്താണ്, ആക്സസറീസ് എന്താണ് തലേ ദിവസം തീരുമാനിക്കണം. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, സമയം ലേറ്റ് ആവും. അപ്പം അത് ഫസ്റ്റ് നോക്കി വെക്കുന്ന അടുത്ത ദിവസം ഒരു അരമണിക്കൂർ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലേറ്റ് ആവല് കുറയാൻ തുടങ്ങി. അത് കഴിച്ച് ഇല്ലാതായെന്നല്ല, പക്ഷെ മാക്സിമം കുറയും. അത്രയാണ് അതിന്റെ മാറ്റം ഉണ്ട്. ഏതായാലും മാറ്റമുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ കുക്കിംഗ്, വിഷ്ണുസ് ഫസ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഫ്രണ്ടില് ആക്ച്വലി വൺ ഡാൻസ്, ബാക്കില് വിഷ്ണു. അതിലൊന്നും ഇപ്പൊ എന്റെ വലിയൊരു ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ ശരിക്കും കുക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അത് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ്. പക്ഷെ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം വരികയാണെങ്കിൽ അതെനിക്ക് കുറച്ച് എന്താ പറയാ ബുദ്ധിമുട്ടല്ല, ഞാൻ മാനസികമായിട്ട് തയ്യാറാവണം. അല്ലാതെ എനിക്ക് ഇന്ന് രാവിലെ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വന്നിട്ട് പോകുന്ന വെച്ചാൽ എനിക്ക് പറ്റുണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ടൈം വേണം. ഞാനിങ്ങനെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കും, ഓക്കെ അടുത്ത ആഴ്ച ഇങ്ങനെ കാര്യം ചെയ്യാണ്ട്. അപ്പം അത് ഇതിനല്ല, വിഷ്ണു എല്ലാത്തിനും പ്രിപ്പറേഷൻ വേണം. അതായത് നാട്ടിൽ വന്ന വണ്ടി എടുക്കാൻ 2 ദിവസം വേണം പറഞ്ഞില്ലേ, പുതിയൊരു കമ്പനിക്ക് മാറിയപ്പോ കുറച്ച് സമയം വേണം പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും ആ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ ടൈം വേണം. അത് നല്ലതാണ്. എന്നാലും കുറച്ച് ടൈം വേണം, ടൈം കൺസ്യൂമിംഗ് ആണ്. ഞാനൊക്കെ ഇൻസ്റ്റന്റ് ആണ്, ഇപ്പൊ ചോദിച്ചപ്പോ കിട്ടും. പുള്ളി പറഞ്ഞെന്ന് പറ. അയ്യോ, അതൊരു വലിയ കാര്യമല്ലേ. ഈ ശരിക്കും ഈ മാരേജിന്റെ സമയത്ത് ഇങ്ങനൊരു പാർട്ട്ണർ വേണം എന്ന് വെച്ചാൽ അതിലുപരി എനിക്കൊന്ന് മാട്രിമോണി സൈറ്റിൽ സ്വയം രജിസ്റ്റർ ചെയ്തു അല്ലേ? അതും ആ ഒരു തിങ്കിങ് അതിപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞ് അവർ അറേഞ്ച് അതിന് മുമ്പേ അല്ലല്ല, ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ രജിസ്റ്റർ ചെയ്തു. അതെന്തായിരുന്നു? ഫേസ്ബുക്കാന്ന് വിചാരിച്ച് ലോഗിൻ ചെയ്ത് മാട്രിമോണിയിലേക്ക്, അതുകൊണ്ടാ തോന്നുന്നു. അങ്ങനെയല്ല, എനിക്ക് ഞാനും എൻ്റെ വീട്ടുകാരും തമ്മിൽ ചിന്തിക്കുന്ന രീതി ഭയങ്കര വ്യത്യാസമുണ്ട്. അവരവരുടേതായ രീതിയിൽ ശരിയാണ്, എൻ്റെതായ രീതിയിൽ ഞാനും ശരിയാണ്. പക്ഷെ ഇത് ഒരുമിച്ച് എത്തുന്നില്ല എങ്ങനെയായി കഴിഞ്ഞാലും. അപ്പോൾ അവർക്കും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട്, എനിക്കും അവർ കാരണം ഒരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ ചിന്തകൾ ശരിയായിട്ട് വരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ എന്താ പറയുക, അമ്മേനെയോ അച്ഛനെയോ വല്യച്ഛനെയോ ഒക്കെ ഭയങ്കര എതിർത്ത് അവരെ വിഷമിപ്പിച്ചും കൊണ്ട് ഭയങ്കര ഒരു കാര്യം എടുത്ത് അങ്ങനെ പോവാൻ എനിക്ക് പറ്റില്ല. ഇല്ല, അതും പറ്റില്ല. അപ്പൊ എന്റെ കുറെ കാര്യങ്ങൾ പെൻഡിങ് ആയിരുന്നു കുറെ കാലമായിട്ട്. അപ്പൊ ഒരു 21-22 വയസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ തിരക്കേടില്ലാത്തൊരു കാര്യമാണ് കല്യാണം, മാരേജ് അന്വേഷിക്കാനുള്ളത്. അപ്പോ കല്യാണം എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ പറയൂല, കല്യാണം കഴിഞ്ഞാൽ എന്ത് കഴിക്കുമെന്ന്. ആ സമയത്താണ് നിർഭാഗ്യവശാൽ പക്ഷെ അതിന് കുറച്ച് സമയം എടുത്തു. ഈ കല്യാണം അന്വേഷിച്ചു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത് അതിനൊക്കെ നല്ലത് വീട്ടുകാരായിരുന്നു എന്ന്. നമ്മൾ പറയുന്ന ഒരു കാര്യം വിചാരിച്ച രീതിയിലൊന്നും അല്ല. ഒരു 4-5 കൊല്ലം എടുത്തു. എത്ര കൊല്ലം എടുത്തു? ഈ 2019 കല്യാണം കഴിഞ്ഞെങ്കിൽ 2016 ഞാൻ രജിസ്റ്റർ ചെയ്തത്. 3-3.5 കൊല്ലം എടുത്തു. 16 തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്തപ്പോ ഇനിഷ്യലി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡീൽ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരുന്നോ? ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ വെല്ലച്ചന്റെ പ്രൊഫൈൽ കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം. ഒരു മറയില്ല. ആ ഷോക്കിന്ന് പുള്ളി കഴിഞ്ഞ വെല്ലച്ചന്റെ ഫോണിൽ ഞാൻ കേരള മാട്രിമോണി രജിസ്റ്റർ ചെയ്ത് എന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തു. പിന്നെ വെല്ലച്ചൻ നോക്കാൻ തുടങ്ങി. അപ്പൊ ഈ വെല്ലിച്ചൻ അതിനെല്ലാം ഡീൽ ചെയ്തില്ലേ? വെല്ലച്ചൻ ഡീൽ ചെയ്തായിരുന്നു. വെല്ലച്ചനെ ഡീൽ ചെയ്ത പേരൻസ് ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ആൾക്കാരുടെ പ്രൊഫൈൽസ് ഐശ്വര്യക്ക് അയച്ചു തരുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് കുറെ പേര് കുറെ ഇത് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനായിരുന്നു അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വെല്ലച്ചൻ വിളിക്കും, എന്നിട്ട് ഇങ്ങനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവും, കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവില്ല. കുറെ പേർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, സംസാരിച്ചാൽ ഇഷ്ടപ്പെടും. വീട്ടുകാർ തമ്മിൽ ചേരില്ല, വീട്ടുകാർ തമ്മിൽ ചേരും. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചു കാലം നടന്നു. ആണല്ലേ? നിങ്ങളുടെ ഇപ്പൊ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ വേറെ ഒരു എൻഡ്, ഈ ഒരു എൻഡ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത് അട്രാക്ട്സ്, അല്ലെങ്കിൽ വളരെ സമാധാനപരമായി ഹാപ്പി ആയിട്ട് പോകുന്നു. വഴക്കുകളില്ലാത്ത സ്ഥലങ്ങളില്ല, എന്നാലും ഞാൻ പറയും അതിൽ ഇപ്പം ഒരു വൺ ഓഫ് ദ വെരി ബിഗ് ചേഞ്ച്, ഇപ്പം സംസാരത്തിലുപരി, ഇപ്പം ചെന്ന് സംസാരിക്കില്ല ആദ്യം, അതിലുപരി ഒരു വലിയ ചേഞ്ച് ആക്ച്വലി എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ക്യാരക്ടറിലുള്ള ഒരു മെയിൻ ചേഞ്ച്? വിഷ്ണു കുറച്ച് സമാധാനപ്രിയനാണ്, ഞാൻ കുറച്ച് കലഹപ്രിയയാണ്.
ആണല്ലേ? ഞാൻ കുറച്ച് തോട്ട്ഫുൾ ആണ്. ഞാൻ കാര്യങ്ങള് സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും ചെയ്യാറില്ല. അതിപ്പം എന്നോട് ഇപ്പൊ വന്നിട്ട് നമുക്ക് വയനാട്ടിലേക്ക് വിട്ടാലോ എന്ന് വെച്ചാൽ ഞാൻ പറയും ഞാൻ ആലോചിക്കട്ടെ. അത് അതേ സമയത്ത് എന്ത് കാര്യം എന്നോടൊരു കാര്യം ചോദിച്ചാൽ അത് ചിലപ്പം ആവശ്യമായിരിക്കും, ചിലപ്പോൾ അനാവശ്യമായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ആവശ്യം വരില്ല. ചില കാര്യങ്ങൾ നല്ലോണം തിങ്ക് ചെയ്യുന്നതുകൊണ്ട് മേ ബി കുറച്ച് ബെറ്റർ ആയിട്ട് പോകാറുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനിൽ ഞാൻ തിങ്ക് ചെയ്യും. ചില സമയത്ത് ഇവള് പറയും തിങ്ക് ചെയ്യണ്ട, ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന്. അപ്പൊ ചിലപ്പോൾ അത് ശരിയായിരിക്കും. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 ഫ്രണ്ടിന് വീട്ടിൽ പോകാനായിരിക്കും ഞാൻ തിങ്ക് ചെയ്യുന്നത്. അത് പോയാലും പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഞാൻ ചിന്തിക്കും 5:30 പോകണോ 5:45 പോകണോ എന്ന് ഞാൻ ചിന്തിച്ചത് കോംപ്ലിക്കേറ്റ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ ഒരു വീട് പോകുന്ന നേരം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ നല്ലോണം ചിന്തിക്കുന്നുണ്ട്. അവിടെ ഇഷ്യൂ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും. അപ്പം അതിന്റെ ഒരു ബാലൻസ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഒന്നും ആലോചിക്കാതെ നമ്മളൊരു സംഭവത്തിൽ പോയി പെട്ടു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരാറില്ല. പല കാര്യം നടക്കാതെയാവാറുണ്ട്. ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഐശ്വര്യം ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഐശ്വര്യം ഇതിന്റെ ആവശ്യമില്ല, അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ വീട്ടിൽ ഡിഷ് വാഷർ വാങ്ങിക്കാൻ അവിടുന്ന് വരുമ്പോ തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയത്. 6 ആഴ്ച കഴിഞ്ഞില്ലേ, ഇതുവരെ വാങ്ങിയിട്ടില്ല. അല്ല ഞാൻ ഇപ്പൊ ഐശ്വര്യ ഒരു സാധനം അല്ല ഐശ്വര്യം ഇപ്പൊ ഒരു സാധനം വാങ്ങാൻ വാങ്ങിച്ചാൽ ഐശ്വര്യ ഇപ്പൊ ഒരു ഇ-കോമേഴ്സ് സൈറ്റ് എടുക്കുന്നു, മറ്റേ ഏറ്റവും ബെസ്റ്റ് സാധനം ഏതാ നോക്കുന്നു, വാങ്ങുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു സാധനം എടുത്ത് ഒരു വിഷ് ലിസ്റ്റിലിട്ട് ഒരു 5 എണ്ണം കമ്പയർ ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് നോക്കും, അതിന്റെ റിവ്യൂസ് നമ്മുടെ കുടുംബക്കാരുടെ അറിയുന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ വിളിച്ച് റിവ്യൂ ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് കൊഞ്ചം ഓവർ. പക്ഷെ ഇത് രണ്ടും വരുന്നോണ്ട് അവിടെ ബാലൻസ് ആയി. അല്ല ചിലത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഇത് എപ്പോഴും സൂപ്പറാന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ അബദ്ധങ്ങളിൽ തൽക്കാലം ഇതുവരെ പോയി ചാടുക, അല്ലെങ്കിൽ പ്രശ്നത്തിൽ ആലോചിക്കാതെ പോയി ചാടുക എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. അതിന്ന് കര കയറ്റിട്ടുണ്ടോ? പിന്നെ കുഴപ്പമില്ല, അങ്ങനെയുള്ള പ്രശ്നമില്ല. അപ്പൊ അതാണ് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കലകപ്രിയാന്ന്, ജസ്റ്റ് ഒരു ഇതിലേക്ക് നിങ്ങൾ ഇപ്പൊ ചെറിയ കുട്ടി ഫൈറ്റ്സോ കുട്ടി കലഹങ്ങൾ വരാനുള്ളതിൽ ഏറ്റവും മെയിൻ കാര്യങ്ങൾ എന്തിനൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു 1 or 2 കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലേറ്റ് ആകുന്നതായിരിക്കും. അത് അടിയൊന്നും ഉണ്ടാവാറില്ല. കാരണം അത് വിഷ്ണുവിനെ ഇമ്പാക്ട് ചെയ്ത വിഷ്ണു അത്ര അടിയാക്കാറില്ല. വെരി ഗുഡ്. അല്ല എനിക്ക് മെയിനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമല്ല, ഒരു ആർഗ്യുമെന്റ് പോലെ വരാറ് വീട്ടിൽ സാധനങ്ങൾ മിസ്പ്ലേ. ഐശ്വര്യ വീട്ടില് ഇപ്പം ഒരു പെൻ ഇവിടെ വെച്ചാൽ ഈ പെൻ ഇവിടെ വെക്കണം, തോർത്ത് ഇവിടെ വെച്ചാൽ ടവൽ ഇവിടെ വെച്ചാൽ ടവൽ ഇവിടെ വെക്കണം, അങ്ങനെ കുറെ ഇതുണ്ട്. എനിക്കാണെങ്കിൽ ഞാനും ഒരു ലിമിറ്റ് വരെ കാര്യങ്ങൾ മര്യാദയ്ക്ക് വെക്കുന്ന ആളാണ്. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറി കിടന്നുണ്ട്. ഇപ്പൊ ഒരു കോമ്പ് ഇവിടെ വെക്കുന്നത് ലെഫ്റ്റിൽ പകരം റൈറ്റിൽ വെച്ചാൽ എനിക്ക് ഫൈനാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഐശ്വര്യ എന്നോട് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി വെച്ചത് ശരിയാ. നമ്മളെക്കാട്ടിലും അച്ചടക്കം ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അച്ചടക്കം ഇല്ലാത്ത ആളായി മാറും. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ ഇവർക്ക് റെന്റ് കൊടുക്കേണ്ടി വരുമെന്ന്. കാരണം എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്ത് എന്റെ വീടല്ല, ഞാൻ ആരുടെയോ ഇതിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ പറയാം, ഇത് മ്യൂസിയം അല്ല, ഇതെന്റെ വീടാണ്. അപ്പൊ സാധനങ്ങളെ കുറച്ചും കൂടെ നോർമലായിട്ട് കാണാൻ ശ്രമിക്കൂ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. റെന്റ് കൊടുക്കേണ്ടവരോന്ന് ഓർത്തു. അല്ല, നമ്മള് വേറെ ഉള്ള സാധനം ഉപയോഗിക്കുമ്പോഴാണല്ലോ നമുക്ക് സാധാരണ ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരിക. എന്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ചിലപ്പോൾ. പക്ഷെ ഇപ്പൊ എന്നിട്ട് നമ്മൾ രണ്ട് സെക്ഷനിലാണ് വെക്കാറ്. വിഷ്ണുവിന്റെ കാര്യം വിഷ്ണുവിനെ കാണുമ്പോ ഇങ്ങനെ പോവാ. ഇനി എങ്ങാനും ഇത് കണ്ട് പ്രശ്നമായാലോ. അത് ബേസിക്കലി പറഞ്ഞ പറയുന്നത് ഇപ്പൊ ഷർട്ട് തൂക്കിയിട്ടുണ്ടാവും, 5 ഹാങ്ങറിന്റെ ഈ സാധനം അപ്പുറത്തേക്കായിരിക്കും, ഒരെണ്ണം ഇപ്പുറത്തേക്കായെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് ഇപ്പുറത്തേക്ക് ആക്കിയത്. ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഷർട്ട് എടുത്തിട്ട് ഹാങ്കർ തിരിച്ച്, അത് ഞാൻ നിലത്തിട്ട് പോയിട്ടില്ല, ഞാൻ തിരിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും മാറി അപ്പുറത്തേക്ക് മാറിയതാണ് നമ്മള് സംസാരം. വല്ലാത്തൊരു അനുഭൂതിയാണ്. ചിലപ്പോ നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഇതിൽ ആരെ തെറ്റാണ്, എന്റെ തെറ്റാണോ അല്ലെങ്കിൽ ഇവളുടെ തെറ്റാണോ, ചിലപ്പോ മാപ്പ് പറഞ്ഞ് ഓടുക തന്നെ, അല്ല വേറെ മാർഗമില്ല. അതേ വഴിയുള്ളൂ എന്നല്ലേ നമുക്ക്. സമയമല്ലേ പ്രധാനം. ഇതിലൊക്കെ ആർഗ്യുമെന്റ് ചെയ്തിട്ട് എന്താ ചെയ്യാ? അല്ലെങ്കിൽ ഹാങ്ങർ പറയേണ്ടി വരും, എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു ചെറിയ റൗണ്ട് വെച്ചാലോ? സെഗ്മെന്റ് റെഡി? ഓക്കെ, എന്താണ് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ആദ്യമായി 2 പേരും എഴുതുക, സെയിം ആണ്, ട്രൈ ഔട്ട് ചെയ്യാം ജസ്റ്റ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ പാടില്ല കേട്ടോ. എനിക്കും അറിയണത് എത്ര ഉണ്ട് നല്ലല്ലേ? എന്നാ നിങ്ങളൊരു 5 വർഷം മുമ്പ് വരേണ്ടതായിരുന്നു. ഇപ്പൊ കളിക്കേണ്ട കളിയായിരുന്നില്ല. 2020 വിളിച്ചാൽ മതിയായിരുന്നു. വെറുതെ ജാതകം നോക്കി പൈസ എന്നാ പിന്നെ 2020 വിളിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു അടി, ആർഗ്യുമെന്റ് വോട്ട് ഓഫ് തിങ് ഉണ്ടായി. അത് ഇങ്ങനെ ഏകദേശം കുറച്ച് നേരമായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ന് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യം അങ്ങനെ മിണ്ടാൻ വരുന്ന ആരാണ്? ഇത് സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. സിമ്പിൾ ആണ്. വിഷയമാണ് ആ പ്രോബ്ലത്തിനെ വളരെ ഇതാക്കി ഇടുന്നത്. ഐശ്വര്യ ഇത്രയും നേരം സംസാരിച്ചത് ശംഭുവിനും തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് എന്തിനാണ് രണ്ടുപേര് ഇപ്പം
ഇത് പക്ഷെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തൊരു ക്വാളിറ്റി ഇനി ജീവിതത്തിൽ മിണ്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഓക്കെ. അല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് രണ്ടുപേരും മിണ്ടാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വേറെ ആൾക്കാരെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത്. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇത് പറഞ്ഞു നിർത്താൻ പറ്റും, നമ്മൾ ശത്രുക്കളൊന്നല്ലല്ലോ. അപ്പം അത് സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ മനസ്സിലാ ദേഷ്യം വരുമ്പോ ആ ആങ്കറിനെ ഒന്ന് ഡൗൺ ആയിട്ടേ മിണ്ടാൻ പറ്റുള്ളൂ എന്ന് ചിലപ്പോ തോന്നുന്നു. അല്ല, ആ ടൈം എടുക്കാം. ഞാൻ പറഞ്ഞത് അത് വിചാരിച്ച് 2, 3, 4 ദിവസം ടൈം എടുക്കണമെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും എനിക്ക് ഇപ്പൊ താൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് നീ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അത് ഈ ദേഷ്യം ഓരോ ആൾക്കാർക്ക് വരുന്ന ലെവലും വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ? ഏറ്റവും നല്ല കാര്യം ദേഷ്യം വരുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇമോഷണലി സോബർ ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്ര എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദേഷ്യം വരുത്താതിരിക്കാൻ വിഷ്ണുവിനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ഇമോഷണൽ ബാലൻസ് ഡിഫറെന്റ് ആണല്ലോ. കൂൾ ഓഫ് ടൈം നമ്മൾ തന്നെ കൊടുക്കാന്നുള്ളൊരു അല്ലേ? അതെ, വിഷ്ണുവിന് ദേഷ്യം വരുന്നത് കുറവാണ്. അങ്ങനെ എല്ലാവർക്കും പറ്റില്ലല്ലോ. അതാണ് പോയിന്റ്. ബാലൻസ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അതെ, നിങ്ങള് കല്യാണം കഴിഞ്ഞോ കല്യാണത്തിന് മുമ്പ് ആവുന്ന ഞാൻ ചോദിക്കുന്നില്ല, ആദ്യമായി നിങ്ങൾ ഒരുമിച്ച് പോയി കണ്ട സിനിമയുടെ പേര്? സിനിമയുടെ തിയേറ്റർ മൂവി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? എളുപ്പമായിരിക്കും ഫോർ ഷുവർ. കാണിക്കരുത്. കണ്ടില്ലല്ലോ. അല്ല, ഞാൻ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പടത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മള് തൃശ്ശൂര് മറ്റേ ശോഭ സിറ്റി പോയിട്ട് ഇതിന് മുന്നേ കുറെ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആംസ്റ്റർഡാം പോയിട്ട് കണ്ട ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു നമ്മള് തൃശ്ശൂർ ശോഭ സിറ്റി പോയിട്ടാണ് നിവിൻ പോളിയുടെ ഞങ്ങള് തൃശ്ശൂർ ശോഭ സിറ്റിയിൽ നമ്മൾ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോയി കണ്ടതാണ്. ഇത് നിങ്ങൾ തിരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് 2019 കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാണ്. ആദ്യമായിട്ട് ഇത് കണ്ടത് തന്നെയാണ്. ഇത് ആംസ്റ്റർഡാമിൽ പോയിട്ട് ഫസ്റ്റ് കണ്ട പടം. ഇതിൽ ഓർമ്മ വിഷ്ണുവിനാണ്. ഓർമ്മ വിഷ്ണു തന്നെയാണ്. എനിക്ക് ഓർമ്മയില്ല. വെരി നൈസ്. അതായത് ഐഷുവിന്റെ, ഇത് വിഷ്ണു എഴുതണ്ടാണ്, ഞാൻ ഇങ്ങോട്ട്. ഐഷുവിന്റെ ഏറ്റവും ഫേവറേറ്റ്, അതായത് ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാരുണ്ടാവില്ല, ആ ഒരു ഫുഡ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. അത് എഴുതുക. അത് എന്തുവാ, അതാണ് കൂടുതൽ. വിഷ്ണു അങ്ങനെ പോയി എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് ആയിരിക്കും. അതുണ്ടെങ്കിൽ മാക്സിമം അതേ ട്രൈ ചെയ്യാറുള്ളൂ, ഇല്ലെങ്കിൽ മാത്രമേ വേറെ ഒരു ഓപ്ഷനിലോട്ട് പോകുള്ളൂ. അത് ഏത് ക്യുസീനാണ്? ഇവിടത്തെയാണോ അവിടത്തെയാണോ? എന്തുവാ ഇത്ര കോംപ്ലിക്കേറ്റഡ്? അല്ല, രണ്ട് സ്ഥലത്ത് പോയി രണ്ടെണ്ണല്ലേ ഓർഡർ ചെയ്യാം. എന്നാ അവിടുത്തെ ഞാൻ രണ്ടും എഴുതാം. ഞാൻ രണ്ടെണ്ണം എഴുതില്ല, ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. കാണിക്കരുതേ. ഓക്കെ, കാണിച്ചു. സ്റ്റീക്ക്. അവിടുത്തെ ആണെങ്കിൽ സ്റ്റേക്ക്. വിഷ്ണുവിന്റെ ഏത്? അവിടെയാണെങ്കിൽ സ്റ്റേക്ക് ആണ്. അപ്പൊ കറക്റ്റാ. ഇവിടെ ആണെങ്കിൽ മട്ടൻ ബിരിയാണി. ശരിയാണ്. ആണല്ലേ? തിരിച്ചാ ഞാൻ ചിക്കൻ 65. ഞാൻ എന്ത് ഓർഡർ ചെയ്താലും ഒപ്പം ചിക്കൻ 65 ഓർഡർ ചെയ്യും. ആണോ? അതായത് ഇപ്പൊ ഊണ് മേടിക്കുവാണെങ്കിലും ഉപ്പുമാവ് വാങ്ങുകയാണെങ്കിൽ ചിക്കൻ 65. അതുകൊണ്ട് ഉപ്പുമാവിന് തന്നെ ഒരു ഇത് അളക്കണം. എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഐഷു പോയി കഴിഞ്ഞാലും മെയിൻ കോഴ്സ് അധികം ഓർഡർ ചെയ്യില്ല. ഈ സ്റ്റാർട്ടേഴ്സ് പോലത്തെ സാധനമാണ് 2-3 പ്രാവശ്യം ഓർഡർ ചെയ്യുന്നത്. അപ്പം മെയിൻ കോഴ്സ് ചിലപ്പം വേണ്ടാന്ന് വെച്ചു തരും. അപ്പൊ അതിൽ പെടുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇതധികം വാങ്ങാറുണ്ട്. നല്ല ചിക്കൻ 65 പപ്പടവും സവാളയൊക്കെ നാരയൊക്കെ പിഴിഞ്ഞ് ക്രിസ്പി ഇത് കഴിഞ്ഞ് കഴിക്കാന്ന് വെറുതെ ഇവൻ വന്നിരുന്ന് വെറുപ്പിക്കുകയും ചെയ്യുന്നു. എന്നോട് പുട്ടും കൂടെ ഇറങ്ങി സെറ്റാ. പുട്ടും ചിക്കൻ 65 ഒരു പത്തിരി ആണെങ്കിൽ ആ പുട്ടിന്റെ മേളിൽ ചിക്കൻ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് 65 വെക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യമായി മീറ്റ് ചെയ്ത ഡേറ്റ് ആൻഡ് ഇയർ. ഫസ്റ്റ് മീറ്റ് ചെയ്തത്, അതായത് കാണിക്കരുതേ. സെലിബ്രേറ്റ് ചെയ്തത് വിഷ്ണു തുടക്കത്തിൽ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മന്ത് ആനിവേഴ്സറി അല്ല, ഫസ്റ്റ് വീക്ക് ആനിവേഴ്സറി. ചിലപ്പോ ഡേറ്റ് പോലും ഓർമ്മയില്ല. ഏതാണ് നിങ്ങൾ കാണിച്ചത്? ജൂലൈ 2018. പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയത് ജൂലൈയിലാണ്. അത് മന്ത് എന്തായാലും ഓർമ്മയില്ല, പക്ഷെ ഡേറ്റ് അന്ന് ഓർമ്മയുണ്ടായിരുന്നല്ലേ? അന്ന് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അതായത് ഇപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ആ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ 1 മന്ത് ആനിവേഴ്സറി. ജൂലൈ ടു ജൂലൈ ആയപ്പോ 1 ഇയർ ആയപ്പോ നമ്മൾ കണ്ട ഡേ. പക്ഷെ 6 കൊല്ലം കഴിഞ്ഞപ്പോ ആ ഡേ പോലും ഓർമ്മല്ലേ? മറന്നതല്ല. രണ്ടുപേരുടെയും ബർത്ത്ഡേയുടെ ടൈമാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഈ 5 ഇയേഴ്സ് ബർത്ത്ഡേയില്
ഐഷു വിഷ്ണുവിന് തന്ന ഏറ്റവും ഐ എം നോട്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് അതല്ല പറയാം, എന്നാലും എല്ലാം കൂടെ കൂട്ടി ഏറ്റവും ദ ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് തോന്നിയത് ഏത് ഇയർ ആൻഡ് വിച്ച് വൺ ആണ് എന്നുള്ളത് വിഷ്ണു എഴുതുക. നേരെ തിരിച്ച് 2 എഴുതാൻ പറ്റുമോ? 2 എഴുതിക്കും. ഐഷു അതുപോലെ തന്നെ തിരിച്ചു. ഇയർ എഴുതിക്കോ, 5 വർഷമല്ലേ ആയുള്ളൂ. ഓക്കെ, അപ്പം ഇനി ആഷു പറയുക ഏത് ഗിഫ്റ്റ് ആയിരിക്കും അങ്ങനെ വിഷ്ണുവിന് ഞാൻ കൊടുത്തതിൽ ഏറ്റവും വിഷ്ണുവിന് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഏതായിരിക്കും? അതാണോ അവിടെ എഴുതിയാൽ നോക്കാം. എനിക്ക് ഏതൊക്കെ ഇയർ പോലും ഓർമ്മയില്ല. എന്നാ ഗിഫ്റ്റ് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഇയർ വിഷ്ണു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. ഓക്കെ, എന്താണ് പിന്നെ രണ്ടാമത്തതോ? അല്ല, അപ്പൊ ആ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്താ കൊടുത്തത്? ചെയ്തെന്നുള്ള ഒരു കേക്ക്. ഒരു കേക്ക്. അത് ഞാൻ ഇവിടെ ആയിരുന്നു. വിഷ്ണു അന്ന് കല്യാണം കഴിഞ്ഞ്, നമ്മുടെ കല്യാണം ഫെബ്രുവരി 3-ന് കഴിയുന്നു. എന്നിട്ട് നമ്മള് വിഷ്ണു പോയി ഒരു 2 വീക്സില്. മാർച്ച് 7-നായിരുന്നു വിഷ്ണുവിന്റെ ബർത്ത്ഡേ. അപ്പോ വിഷ്ണു ആംസ്റ്റർഡാമിലാണ്. എനിക്ക് ആരെയും അവിടെ അറിയില്ല, വിഷ്ണുവിനും ആരെയും അവിടെ അറിയില്ല. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അമ്മു ചേച്ചീനെ കണ്ടുപിടിച്ച് അമ്മു ചേച്ചി എടുത്ത് ഞാൻ ഇരുന്നു ഒരു കേക്ക് അഡ്രസ്സിക്ക് എത്തിച്ചേരും എന്നുള്ളത്. അപ്പൊ അവരൊരു ടീമിനെ വെച്ചിട്ട് ഇവിടത്തെ സമയം 12 മണിക്ക് അവിടെ കേക്ക് അറേഞ്ച് ചെയ്തായിരുന്നു. അതൊന്ന് കാണിക്കോ? പക്ഷെ ഞാൻ അത് എഴുതിയിട്ടില്ല. എനിക്ക് ഐഷു എനിക്ക് കുറച്ച് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള ഗിഫ്റ്റുകൾ കുറച്ച് താല്പര്യമാണ്, ഇഷ്ടമാണ്. അതായത് എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങിച്ചു തരിക അങ്ങനത്തെ ഗിഫ്റ്റുകളോട് താല്പര്യം. ഞാൻ കുറച്ച് മറ്റേ ലക്ഷറി ലൈഫ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ ഇഷ്ടമാണ് എനിക്ക്. അലക്സയുടെ ഒരു വീഡിയോ സ്ക്രീനുള്ള അലക്സാന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഗിഫ്റ്റ് ഐഷു എനിക്ക് ഓർഡർ ചെയ്തിട്ട് അത് നെതർലൻഡ്സിൽ കിട്ടാഞ്ഞിട്ട്, കാരണം നെതർലൻഡ്സിൽ സെയിലില്ല. എന്നിട്ട് ഐഷു ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിനോട് അല്ല ഈ വേർഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് റിസർച്ച് ചെയ്തപ്പോ എനിക്ക് അങ്ങനെ മനസ്സിലായത്. എനിക്ക് ഷുവർ അല്ല, അന്ന് എന്തോ റീസൺ കൊണ്ട് അത് അവൈലബിൾ അല്ലായിരുന്നു. എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല എന്തുകൊണ്ടാണ്. ഇപ്പൊ ഉണ്ട് തോന്നുന്നു, അന്ന് എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും. അപ്പൊ ഐഷു അത് ജർമ്മനിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കൊറിയർ ഒക്കെ അയപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ആഴ്ച ടൈം പിടിച്ചു, പക്ഷെ കിട്ടിയപ്പോ കളറായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈക്ക് അത് വീട്ടിലെ കുറെ സാധനങ്ങൾ അത് വെച്ച് കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറച്ചൊരു കലാപരിപാടികളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം തോന്നിയില്ലേ. പിന്നെ കഴിഞ്ഞ വർഷം ഐഷു എനിക്കൊരു മെറ്റാക്വസ്റ്റ് 2 വാങ്ങിച്ചു തന്നായിരുന്നു. നമ്മള് മറ്റേ അതൊക്കെ ഒരു ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് പറയാ. അത് അന്ന് ഇട്ട് നോക്കിയതാ, പിന്നെ ഇട്ട് നോക്കിയിട്ടില്ല, അവിടെ തന്നെ. പക്ഷെ ഞാനത് 2-3 ദിവസം മുമ്പ് ഐഷുവിനോട് പറഞ്ഞു, എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മെറ്റാക്വസ്റ്റില് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗെയിം. അപ്പൊ ഞാൻ അത് എവിടെയോ വീഡിയോ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് കിട്ടിയ അടിപൊളിയായിരിക്കും, എനിക്കത് വാങ്ങിച്ചു തന്നു. അപ്പൊ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുമ്പ് പറഞ്ഞ സാധനം ഒരാഴ്ചക്ക് ശേഷമുള്ള ബർത്ത്ഡേയിൽ എനിക്ക് കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെനിക്ക് ഇനി തിരിച്ചു പറയൂ, തിരിച്ചു തന്നത് ഇനി ഐശ്വര്യ പറയണ്ടേ? അല്ല, ഐശ്വര്യ എഴുതണ്ടേ? ഐശ്വര്യ എഴുതി കഴിഞ്ഞു. വിഷ്ണു പറയണം. ഐശ്വര്യ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അല്ലേ ബർത്ത്ഡേക്ക്, ഈ ഐശ്വര്യ ബർത്ത്ഡേ വരുന്ന മാസം എനിക്ക് ചിലപ്പം മറ്റേ പ്രഷറൊക്കെ കൂടാറുണ്ട്. കാരണം ഐശ്വര്യ ചെറിയ ഐശ്വര്യ ബാക്കി എല്ലാവരുടെ ഡേയ്സും ഭയങ്കര ബിഗ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഇപ്പൊ എന്റെ മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിന് പ്ലാൻ ചെയ്ത് കേക്ക് വാങ്ങിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുക, അവർക്ക് വേണ്ടി അവർക്ക് സ്പെഷ്യലായി തോന്നണം എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ ഡേ നമുക്ക് അതന്നെ ചെയ്യണമല്ലോ. പക്ഷെ അയാളുടെ എക്സ്പെക്ടേഷൻ ഇങ്ങനെയല്ല, ഈ ലെവലിലാണ്. അപ്പൊ ഈ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമോ എന്നുള്ളൊരു ടാസ്ക് ആണ്, കോൺഫിഡൻസ് കുറവ് അതാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഡൗട്ട്, എന്റെ ഏത് ടാസ്ക് ആണ് അത്രയ്ക്ക് ഉയർന്നിട്ടുള്ളത്. എന്നാലും ഒരു ഗസ് പറയട്ടെ, ഒരു ക്ലൂ തരാൻ പറ്റുമോ? ചെറിയ ക്ലൂ വേണമെങ്കിൽ വേണ്ടല്ലേ? ഞാൻ എല്ലാ വർഷവും സൂപ്പർ ആയതുകൊണ്ട് ഏതാണ് ഏറ്റവും സൂപ്പർ എന്ന് അറിയാത്തോണ്ട് വേണമെന്ന് സഹായിക്കാം. ഇനീഷ്യൽ ഇയേഴ്സിലുള്ള ഒരു ബർത്ത്ഡേ ആണ്. ഇനി ക്ലൂ വേണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഐശ്വര്യ ബർത്ത്ഡേക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതാണ് അതെ, 2019. അത് ആ ഫോൺ വെച്ചാണ് ഐഷു യൂട്യൂബിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നെ ഐഫോൺ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചായിരുന്നെങ്കിലും അത് വലിയ വില വരുന്ന ഒരു കാര്യമായിരുന്നല്ലോ അന്ന്. അപ്പൊ എനിക്ക് അത് പലതവണ പുറത്തു നിന്ന് ഫോൺ കണ്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇപ്പൊ കുറേ പേരുടെ കയ്യിൽ ഐഫോൺ ഇല്ലേ, അന്ന് അത്ര എല്ലാവരുടെ സുലഭമായി കയ്യിലുള്ള ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ കയ്യിൽ കാണുമ്പോൾ തന്നെ അത് ഉപയോഗിക്കാൻ പോലും നേരം പോലെ അറിയില്ല. പക്ഷെ എന്നാലും നല്ല ക്യാമറ കിട്ടും എന്നൊക്കെ അന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ വേണം എന്നുള്ളത്. അപ്പൊ അത് ആദ്യമായിട്ട് നടന്നൊരു കാര്യം കൂടെ ആവുമ്പോ എക്സ്ട്രാ ഹാപ്പിനെസ്, പിന്നെ നമുക്ക് വേണ്ട സംഭവം തന്നെ കിട്ടുകയും ചെയ്തു. ലൈക്ക് അത് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ആ ഫോൺ ഉള്ളതുകൊണ്ടായിരിക്കാം അന്ന് വീഡിയോ എടുക്കാനും പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനൊക്കെ ഒരു പ്രചോദനമായിരുന്നു. ആ ഫോൺ ഇപ്പോഴും ആ ഫോൺ ഇപ്പോഴും നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഫോൺ വിഷ്ണു കഴിഞ്ഞ മാസം വരെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 5 years ആയ ഫോൺ. അപ്പൊ അതിന് ബാറ്ററി പെർസെന്റേജ് ഒക്കെ എനിക്ക് അത്ര ആവശ്യം വരാറില്ല. ബാറ്ററി പേഴ്സണൊക്കെ ബാറ്ററിക്ക് എന്നെ അധികം ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും അതിൽ പല പെർമിഷൻസ് ഇനിയും ഗ്രാൻഡ് ചെയ്യാണ്ട് അത്ര പോലും ഫോട്ടോ എടുക്കില്ല. ഫോൺ ഭയങ്കര ഞാൻ റീസെന്റ് ഇൻസ്റ്റാഗ്രാം വരെ ഫോണിലില്ല. കാരണം എനിക്ക് ആ സ്ക്രോളിംഗ് കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. എനിക്ക് വർക്കിന്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ഒരു ശീലം വന്നു കൂടുതലായിട്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ എന്റെ ഫോണിൽ നിന്ന് ഒഴിവാക്കി. അതും കൂടെ കഴിഞ്ഞ ഫോൺ ഫുൾ ഫ്രീ ആണ്. ആരെങ്കിലും വിളിച്ചാൽ സ്കോർ നോക്കാൻ വേണ്ടി മാത്രമേ. അല്ല, എനിക്കത് തോന്നി. എനിക്ക് ജോലിയിൽ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. കാരണം ഞാൻ ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പം ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാം. അപ്പം എന്റെ ജോലിക്ക് അതൊരു പ്രചോദനമല്ല. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് അതിലൊന്ന് ആ ഒരു ഹാബിറ്റ് എന്റെ കുറച്ച് വിട്ടുപോകുന്നവരെ ഞാനൊന്ന് അങ്ങനത്തെ ആപ്പുകളൊക്കെ ഫോണിൽ നിന്ന് കളഞ്ഞു.